ഹലോ ഹായ് റജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് കണവ തോരൻ വയ്ക്കാം. നമ്മുടെ നാട്ടിൽ കണവ എന്നാണ് പറയണ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദാ കണവ ഉണ്ടോ? കണവ തോരത്തിന് പിന്നെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കഴുകി വാരി അതിന് വേണ്ടുന്ന സാധനങ്ങൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ചെറിയൊരു സ്പൂൺ മുളക് പൊടി, കറിവേപ്പില, പിന്നെ വലിയ അല്ലി വെളുത്തുള്ളി, ഇതള് വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ഏതാണ്ട് ചെറിയ ഉള്ളി കുറച്ചൊരു 10-25 ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ വയ്ക്കണത്. മൺചട്ടിയിൽ വയ്ക്കുന്നില്ല. ഇതിലാവുമ്പോൾ ഒന്ന് വെള്ളമൊക്കെ തോന്നുന്നു കിട്ടാനുണ്ട്. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ വാലയിൽ ഊറ്റി വാരി വെച്ചിരുന്ന് കണവ അരിഞ്ഞിട്ട്. അപ്പോൾ ഇത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചട്ടിയിലോട്ടിട്ട് താണ്ടേ ഇട്ടതിന് ശേഷം ചെറിയ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയും കണവയും ഇട്ടതിന് ശേഷം അതിലോട്ട് ഉപ്പ് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ചാറാണ് ഒഴിക്കണം കേട്ടോ, പൊടി ഉപ്പ് ഇടുന്നില്ല, ചാറാണ് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പ് ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെള്ളം വീത്തരുത്, വെള്ളം വീത്താതെ അടുപ്പിൽ വെക്കണം. അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറഞ്ഞ തീയേ ഇടാവൂ, തീ കൂട്ടി ഇടരുത്. കുറച്ച് തീയിട്ട് ഇതിനി അടച്ച് വെച്ച് കൊടുക്കാം. ഇനി അരയ്ക്കാനുള്ളതെല്ലാം മിക്സിയിലെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇടിയല്ലിൽ വെച്ചാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട്, അല്ലാതെ എൻ്റെ മിക്സിയിൽ ഇത് അരയൂല. വലിയ ജാറായതുകൊണ്ട്, ചെറിയ ജാറ് കംപ്ലീറ്റ് ആയതുകൊണ്ട് വലിയ ജാറിലിട്ടാണ് അരയ്ക്കണം. അപ്പോൾ ഇതെല്ലാം മിക്സിയിലെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം. ചെറിയ രീതിക്കൊന്ന് അരക്കാം. അപ്പോൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് കണവ വേവട്ടെ, അടുപ്പിൽ വെച്ചേക്കല്ലേ. അരപ്പിടാം. എന്താണ്ട് കുറച്ച് അത് കണവയെന്ന് ഊറി വരണ വെള്ളമാണ്, ഉപ്പ് ചാറും, അത് അതിൽ കിടന്ന് വറ്റും. അതിലേക്ക് അരപ്പിടാം. എല്ലാം കൂടി അരച്ച് വെച്ചിട്ട് അരപ്പിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കാം. ഇത് മുമ്പൊക്കെ ഇതിങ്ങനെ കറി തേങ്ങ വറുത്തരച്ച് കണവ കറിയൊക്കെ വയ്ക്കുമായിരുന്നു. പിന്നെ തോരൻ വയ്ക്കും, റോസ്റ്റ് കണക്ക് വയ്ക്കും, തേങ്ങ കൊഞ്ച് കറി വയ്ക്കൂലേ അതേപോലെ. നല്ല ടേസ്റ്റാണത്. തോരൻ ഇളക്കി വെള്ളമൊക്കെ തോന്ന് അരപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല പൊടിച്ച് വെച്ചിരിക്കുന്നത്, കറി മസാല, ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ് കേട്ടോ. പെരിഞ്ജീരകവും എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ അത് ഇട്ട് ഇളക്കിയതിന് ശേഷം ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പച്ച എണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് നല്ലോണം ഇളക്കി ഇടാം. അങ്ങനെ കണവ അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട്. വേണ്ട. ഇനി ഇതിൻ്റെ മുകളിൽ ശകല മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പം ആ മല്ലിയിലയുടെ മണവും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് കണവ ഉപ്പും ഞാൻ നോക്കിയായിരുന്നു, എന്നാലും ഒന്നുകൂടെ നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയുടെയും എല്ലാത്തിൻ്റെയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചി എല്ലാം കറക്റ്റായിട്ടുണ്ട്, ഉപ്പും എല്ലാം കറക്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കുമെന്ന് അറിയാം, എങ്കിലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.